സ്നേഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്ന് അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്ന് അറിയുന്നു ഞാൻ. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ പ്രാരംഭമായി കേൾക്കുവാനിടയായി തീർന്നത്, ക്രിസ്തുയേശുവിനെ കുറിച്ച് ഒരു മനുഷ്യൻ അറിയുക. എത്ര നമ്മൾ ലോകത്തെക്കുറിച്ച്, സൃഷ്ടിയെക്കുറിച്ച് പഠിച്ചാലും സൃഷ്ടാവിനെ കുറിച്ച് അറിയാൻ സാധിക്കുകയില്ല. എന്നാൽ സൃഷ്ടാവിനെ പഠിക്കുന്നവന് ലോകത്തെ ഗ്രഹിക്കാൻ കഴിയും. സൃഷ്ടാവിൽ കൂടി ലോകത്തെ കാണുക, സൃഷ്ടിയിൽ കൂടി സൃഷ്ടാവിനെ കണ്ടെത്താൻ സാധിക്കില്ല. കാരണം ലോകത്തിന്റെ ജ്ഞാനം ദൈവത്തിന് മുമ്പാകെ ഭോഷത്വമാണ്. ഇനി അടുത്ത ചിന്ത, എങ്ങനെ സൃഷ്ടാവിനെ അറിയും? ഈ സകലവും സൃഷ്ടിച്ച ദൈവത്തെ എങ്ങനെ അറിയും? അതിനുള്ള മാർഗമാണ് സൃഷ്ടാവിൽ നിന്ന് ഉളവായിട്ടുള്ള ദൈവജ്ഞാനമാകുന്ന ക്രിസ്തുവിനെ അറിയുക. ക്രിസ്തുവിനെ അറിഞ്ഞാൽ സൃഷ്ടാവിനെ അറിയാം, ലോകത്തെ അറിയാം. അപ്പോൾ എല്ലാറ്റിനും ഒറ്റ വഴിയേ ഉള്ളൂ, ക്രിസ്തുവിനെ കുറിച്ച് അറിവുള്ളവരായിരിക്കുക. നമുക്ക് സൃഷ്ടാവിനെ അറിയാം, സൃഷ്ടിയെ അറിയാം. അതിന് ഭാഗ്യം ലഭിച്ചവരാണ് ക്രിസ്തീയ വിശ്വാസികൾ എന്ന് പറയുന്നത്. മഹാഭാഗ്യം ലഭിച്ചവർ. ഈ പരിജ്ഞാനം ലഭിച്ചവർ ലോകത്തെ വിട്ട് ദൈവത്തിലേക്ക് പറ്റി നിൽക്കും. അതുകൊണ്ട് നമ്മുടെ സകല പ്രയത്നത്താലും അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പോലെ, ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ആഗ്രഹിച്ചു. നമുക്ക് വേറൊരു കാര്യങ്ങളും അല്ല പ്രധാനം. പിന്നെയോ കർത്താവ് ആരെന്നറിയുക, ക്രിസ്തു ആരെന്നറിയുക. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭിന്നാഭിപ്രായമുള്ള ഒരു വ്യക്തിയാണ് ക്രിസ്തു യേശു. കാരണം അവൻ ആരെന്ന് വ്യക്തമായിട്ട് ആർക്കും അറിയാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ ഊഹാപോഹങ്ങൾ പറയാമെന്നുള്ളതല്ലാതെ, അഭിപ്രായം പറയാമെന്നുള്ളതല്ലാതെ, ഭാഗികമായി പറയാമെന്നുള്ളതല്ലാതെ മറ്റൊന്നും സാധിക്കില്ല. അവിടെയാണ് വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, മോശ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. കണ്ടതാരെയാ? കണ്ടത് ക്രിസ്തുവിനെ. ക്രിസ്തുവിനെ കണ്ടവൻ ദൈവത്തെയും കണ്ടു, ലോകത്തെയും കണ്ടു. ഇതുപോലെ തന്നെയാണ് എവിടെയും ദൈവത്തെ കണ്ടെത്താൻ, ക്രിസ്തുവിനെ കൂടാതെ ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുമെന്ന് പറഞ്ഞ് പോയവരെല്ലാവരും എങ്ങും എത്താതെ നശിച്ചു പോയപ്പോൾ ഇന്നിതാ നമുക്ക് ലോകത്തെ കണ്ടെത്താം, നമ്മളാരെന്ന് കണ്ടെത്താം, ദൈവത്തെ കണ്ടെത്താം. ഒറ്റ കാര്യം മതി, നമ്മൾ ഹൃദയപൂർവ്വം ക്രിസ്തുവിനെ അന്വേഷിച്ചാൽ മതി. നമുക്കതോടുകൂടി സകലതും പ്രാപിപ്പാൻ കഴിയുമെന്നാണ് നമ്മൾ അതിൽ നിന്ന് കേൾക്കുവാനിടയായി തീർന്നത്.